ഭയം ഒരു പെൺ പടപ്പുറപ്പാട്. കോ-പവർഡ് ബൈ എയ്സ് മണി. സ്പെഷ്യൽ പാർട്ണർ ഏഷ്യർസ് എക്സോട്ടിക് ഡാർക്ക്. ആദ്യഘട്ടത്തിലെ പ്രേതാലയം ഒരുപാട് കഥകൾ ഉറങ്ങുന്ന ഒരു കൊട്ടാരമായിരുന്നു. നമ്മുടെ നായികമാരുടെ അവിടുത്തെ രാത്രികൾ അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഇത്തവണ അവരെ അയക്കുന്നത് നിരവധി ദുർമരണങ്ങൾ നടന്ന ഒരു വീട്ടിലേക്കാണ്. പകല് പോലും ആളുകളൊന്ന് എത്തി നോക്കാൻ മടിക്കുന്ന ഒരു വീട്. രണ്ട് പേർ അടങ്ങുന്ന ടീമായാണ് ഇത്തവണ നിങ്ങളുടെ നായികമാർ ടാസ്കിലേക്ക് കടക്കുന്നത്. ഇനി എന്റെ പുതിയ കളിത്തട്ട് എവിടെയാണെന്ന് അറിയണ്ടേ? ജസ്റ്റ് വാച്ച്. ആത്മഹത്യകളും ദുർമരണങ്ങളും തുടർക്കഥയായപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരില്ലം. ദുരാത്മാക്കളുടെയും ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളുടെയും ദുഷ്ടശക്തികളുടെയും സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ പ്രേതഭവനത്തെക്കുറിച്ച് പറയുവാൻ തന്നെ ഏവരും മടിക്കുന്നു. ഈ മനയെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽക്ക് ഞാൻ കേൾക്കുന്നതാണ് കുറേ കഥകൾ. മുൻ തലമുറകളിൽ തൊട്ട് പറയുന്നുണ്ട് ഇവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട്. ഇവിടെ ഈ പറമ്പിൽ ഒരുപാട് ഫലവൃക്ഷങ്ങളും അതിൻ്റെ കായ്കനികളൊക്കെ ഉള്ളതാണ്. ഇവിടെ എന്ത് വീണാലും ഇവിടുത്തെ നാട്ടുകാരോ നമ്മളോ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കാറൊന്നുമില്ല ഇവിടെ. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ രക്തരക്ഷസോ ഇതിൻ്റെ ആത്മാക്കളോ നമ്മളെ കൂടെ വരുമെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. ഒരു കാലത്ത് സംഗീതത്തിലും നൃത്തത്തിലും പൂജാവിധികളിലും പ്രാവീണ്യം നേടിയവർ വസിച്ചിരുന്നില്ല. തുടർന്ന് വർഷങ്ങളായി മനുഷ്യവാസമില്ലാതെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു പ്രേതാലയമായി മാറിയത്രേ. ഇവിടെ ഒത്തിരി പ്രേതഭൂത പിശാചുക്കളൊക്കെ ഉള്ളൊരു മനയാണെന്ന് പറഞ്ഞു കേട്ടേക്കണത്. പണ്ട് കലയും കലാകാരന്മാരൊക്കെ ഒത്തിരി താമസിക്കുകയും അതിൽ അഭ്യസിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരിവിടെ ഉണ്ട്. പക്ഷെ പിന്നീട് അവരൊക്കെ ദുർമരണങ്ങളിലും ആത്മഹത്യയൊക്കെ ചെയ്തൊരു മരിച്ചുപോയ കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടേക്കണത്. ഇതൊന്നും വിശ്വാസത്തിലെടുക്കാതെ തുടർന്നും അവിടെ താമസിക്കുവാൻ ധൈര്യം കാണിച്ച ഇല്ലത്തിലെ പുതുതലമുറക്കാർക്ക് പലർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായത്രേ. മനുഷ്യയുക്തിക്കപ്പുറം നടക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ അവരിൽ പലരും നിശബ്ദമായി ഇല്ലത്തിൽ നിന്നും അകന്നു താമസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ബന്ധുക്കളായ കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ താമസിക്കാനായിട്ട് ശ്രമിച്ചു വന്നിട്ട്, പക്ഷെ അവർക്കൊന്നും അവിടെ താമസിക്കാൻ പറ്റുക ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും പഴയ ആത്മാക്കളുടെ ശബ്ദങ്ങളും അതിൻ്റെതായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അതാണ് നമ്മളിപ്പോഴും അവിടെ താമസിക്കാൻ പഠിക്കാം. ഈ അദൃശ്യ ശക്തികളുടെ സംഹാര താണ്ഡവം നേരിടാൻ കഴിയാതെ ഏവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ ഇല്ലം ഒരു പ്രേതഭവനമായി ഭീതിയുടെ അന്തരീക്ഷത്തിൽ ഇന്നും നിലകൊള്ളുന്നു. ഭൂതപ്രേത പിശാചുക്കളുടെയൊക്കെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ വീട്ടിൽ സത്യത്തിൽ അദൃശ്യ ശക്തികളുടെയൊക്കെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ ഞങ്ങളുടെ പാരനോർമൽ എക്സ്പേർട്ടുമായി ഞാൻ ഈ വീട്ടിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. ഒരുപാട് അസാധാരണമായ മരണങ്ങൾ സംഭവിച്ച വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പേടി സ്വപ്നമായ ഒരു മനയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ മനയിൽ ഒരു ദിവസം അല്ല, ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടസ്റ്റന്റിന്റെ ടാസ്ക്.
നമ്മൾ കേട്ട ഈ കഥകളിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്, ആ സത്യത്തിന്റെ അളവറിയുവാൻ നമ്മുടെ പാരാനോർമൽ എക്സ്പെർട്ട് നമ്മളോട് ജോയിൻ ചെയ്തു. ഡോക്ടർ, ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഈ മനയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോലും എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, സാധാരണ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഇവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടുമുട്ടിയ ഏരിയയേക്കാൾ കൂടുതൽ. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. താങ്കളിപ്പോൾ ഒരു പാരാനോർമൽ എക്സ്പേർട്ടായ ഒരു വ്യക്തിയിൽ നിന്നും ഞങ്ങൾക്കറിയണം ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് ഇവിടെ എത്രമാത്രം സുരക്ഷിതരാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ പോലെ എന്തെങ്കിലും താങ്കൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത്. വാട്ട് ഈസ് യുവർ ടേക്ക്? നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ അല്ല, ഇവിടെ കുറച്ചധികം വൈബ്രേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകുന്ന തരത്തിലുള്ള ചില രഹസ്യ കാര്യങ്ങൾ ഇവിടെ ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി കരുതലെടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പൊ അത്തരം മുൻവിധിയോടുകൂടി തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഈ മനയെ സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കളിത്തട്ടിലെ ആദ്യത്തെ കരുക്കൾ ഗൗരിയും കരോളിനും കളിത്തട്ടിലേക്ക്. സത്കർമ്മങ്ങളും പൂജകളും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഇല്ലത്തെ ഒരു കാരണവർക്ക് പെട്ടെന്ന് ആഭിചാര കർമ്മങ്ങളും ദുർമന്ത്രവാദവും പഠിക്കണമെന്നൊരു താല്പര്യം വന്നു. അങ്ങനെ ആഭിചാര കർമ്മങ്ങളിലൂടെയും ദുർമന്ത്രവാദങ്ങളിലൂടെയും ഇദ്ദേഹം ആ ഇല്ലത്തെ കാരണവരായി മാറി. അതിനുശേഷം അദൃശ്യ ശക്തികളെയും അദൃശ്യ ആത്മാക്കളെയും ഒക്കെ ആവാഹിച്ച് ഒരു കുടത്തിലാക്കി ഇദ്ദേഹം ഇല്ലത്തെ ഏതോ ഒരു കോണിൽ കുഴിച്ചിട്ടു. അതേ തുടർന്ന് അവിടെ പല പല സംഭവങ്ങളും അരങ്ങേറുകയുണ്ടായി. ഒരുപാട് ദുർമരണങ്ങളും സംഭവിക്കുകയുണ്ടായി. ഇതെല്ലാം സംഭവിച്ചത് ഈ പ്രക്രിയ മൂലമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നിങ്ങളുടെ ടാസ്ക്, നിങ്ങൾ ഇല്ലത്തിനകത്ത് പ്രവേശിക്കുക. പ്രവേശിച്ചതിന് ശേഷം പാരയും മൺവെട്ടിയും കണ്ടെത്തി ഇല്ലത്തിന്റെ ഏതോ ഒരു കോണിൽ കൂടോത്രം ചെയ്ത ഒരു ഏലസ് കുഴിച്ചിട്ടുണ്ട്. ഇത് എടുത്ത് പുറത്തു വരിക. രണ്ടുപേരും ഒരുമിച്ചായിരിക്കില്ല ഈ ടാസ്ക് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പോകേണ്ടത് ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണെങ്കിലും രണ്ട് വ്യത്യസ്ത കവാടങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ കയറാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാർക്കിനെ ബാധിച്ചേക്കും. സോ അതുകൊണ്ട് മാക്സിമം കമ്മ്യൂണിക്കേഷൻസ് ഒഴിവാക്കുക. സോ കരോളിന്റെ ടാസ്ക് മൺവെട്ടി കണ്ടെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഗൗരിയുടെ ടാസ്ക് പാര കണ്ടെത്തുക എന്നുള്ളത്. ഈ പാരയും മൺവെട്ടിയും ഉപയോഗിച്ച് നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ ഈ പറഞ്ഞ ഏലസ് ഉള്ളത് അവിടെ ചെന്ന് കുഴിച്ച് ഈ ഏലസ് പുറത്തെടുത്ത് തിരിച്ചു വരിക. അത് രണ്ടും ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. 2 പേർ വന്ന് അത് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ആവൂ. ഓക്കെ, ആൻഡ് റിമെമ്പർ വൺ തിങ്, ഇത് ടാസ്ക് ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇൻഡിവിജ്വൽ മാർക്കായിരിക്കും. സോ പറഞ്ഞിരിക്കുന്ന റൂള് ലംഘിച്ചാൽ നിങ്ങളുടെ മാർക്കിനെയും അത് ബാധിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. പുതിയ അങ്കത്തട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ കൊട്ടാരത്തിൽ അകപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഗൗരിയും കരോളിനും. ആ രാത്രി എനിക്ക് എങ്ങനെ കടന്നു പോയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് ഷിവറിങ് മാറിയിട്ടില്ല. ഒരു പെൺകുട്ടി ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ഇരുട്ട് ഭയങ്കര പേടിയുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഒറ്റയ്ക്ക് കടന്ന് ശീലിച്ചിട്ടുമില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ ഒരു ഇൻസിഡൻസ് എന്റെ ട്രാജഡി എന്ന് പറയാം. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഓക്കെ, എനിക്ക് നല്ലത് തന്നെയാണ്. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാനായിട്ട് എനിക്ക് പറ്റി. ഇനി ചിലപ്പോൾ മേ ബി ഇരുട്ട് കണ്ടാൽ കുറച്ച് പേടി കുറവായിരിക്കും. കാരണം ഡെഫിനറ്റ്ലി ഞാൻ നിൽക്കുന്നിടത്ത് ഗോസ്റ്റ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ ആ ഒരു ശ്വാസവും അവരുടെ ഒരു ചലനങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റി. ജീസസ് ജീസസ് ജീസസ്.
ഞാൻ ഈ സൈഡിൽ നിന്ന് ഇവിടെ എന്നെ ആരോ പിടിച്ചിങ്ങനെ വലിക്കുന്നത് പോലെ വെച്ച് ഡ്രാക്കുളയാണോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഫുള്ള് ഞാൻ എന്നെ ഇങ്ങനെ മൂടി പോയിട്ട് നിൽക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും എനിക്കൊരു എനർജി ഫീൽ ചെയ്തായിരുന്നു. ഞാൻ ഫുള്ള് ഇങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ നടന്നിട്ടും എൻ്റെ ബാക്കിൽ ആരോ ഉണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ എവിടെ പോയാലും ഓൺ ദ സ്പോട്ട് ഞാൻ ഈ സൈഡ് നോക്കും, എവിടെ പോയാലും ഈ സൈഡ് നോക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നല്ലായിരുന്നു എനിക്ക്, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആയാൽ മതി എന്നായിരുന്നു എൻ്റെ. കാരണം ജീവനേക്കാളും വലുതല്ലല്ലോ ടാസ്ക്. ഓ മൈ ഗോഡ്. ഈ ഒരു ടാസ്ക് തരുമ്പോഴും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു കൊട്ടാരത്തിൽ ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ആദ്യമൊന്നും അങ്ങനെ ഭയങ്കര ഒരു പേടിയോ ഒന്നും അങ്ങനെ തോന്നിയില്ല. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു എനിക്ക് എന്താ പേടി തോന്നുന്നത്, ഇനി സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും പേടിയുണ്ടോ, എനിക്ക് അറിയാത്തതാണോ എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. അങ്ങോട്ടേക്ക് കണ്ണ് കെട്ടി കൊണ്ടുപോയ നിമിഷം മുതലും എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പേടിയോ ഒന്നും തോന്നുന്നില്ല എനിക്ക്. എന്തോ ഐ എം സേഫ് എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് മാസ്റ്റർ എന്നെ അവിടെ കൊണ്ട് നിർത്തി കണ്ണ് കെട്ടിയിട്ട് മാസ്റ്റർ പോയ മൊമെന്റ് മുതൽ ഓരോരോ ഇൻസിഡൻസ് വന്ന് തുടങ്ങിയപ്പം വന്ന ഒരു കോൺഫിഡൻസ് ലെവൽ മൊത്തം ഈ ഇരുട്ടത്ത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ദൈവമേ. എനിക്കുണ്ടായിരുന്ന ധൈര്യത്തിനോട് ഈക്വലി നെഞ്ചിടിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു പേടിയോ സംതിങ് എന്തോ ഒരു ഫീൽ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം ഒറ്റപ്പെട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അതിനകത്ത് പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഈസിലി നമുക്ക് താക്കോലിട്ട് തുറക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു രീതിയിലും എനിക്ക് പറ്റുന്നില്ല ഒന്നും. വിചാരിച്ചതിൻ്റെ ഒക്കെ കുറച്ച് മേളിലായിപ്പോയി കാര്യങ്ങൾ. അപ്പം പറഞ്ഞതുപോലെ ധൈര്യം ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യത്തില്ലേ ആ ഒരു ഇത്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൽ നിന്ന്. പക്ഷെ കുറെ കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വല്ലാത്തൊരു ഒറ്റപ്പെടലിലേക്ക് ഞാൻ പോയി. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെന്ന് ലോക്കായിപ്പോയി ഞാൻ. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നപ്പം ടു ബി ഫ്രാങ്ക് ഞാൻ മെന്റലി നല്ലോണം ഡൗൺ ആയി തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് വിട്ട് വരാൻ തോന്നിയില്ല. അങ്ങനെ ഇരുന്നാണ് പിന്നെ ലാസ്റ്റ് ഫൈനലി ഞാൻ എത്തിയത്. പക്ഷെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. എന്താ പറയാ, ഒരിക്കലും മറക്കത്തില്ല ഞാൻ.
കേസ് ഗൗരിയാണ് ആദ്യം എത്തുന്നതെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ കാരോൾ. ഗൗരിന്റെ എക്സ്പ്രഷൻസ് എത്ര ഒരു പേടിയില്ലാത്ത എക്സ്പ്രഷൻസ് അല്ലേ, ബോൾഡായിട്ട് പോകുന്നുണ്ട്. ലൈഫിൽ ഒന്നിനോടും പേടിയുണ്ടാവില്ല. അഭിനയിക്കാൻ ഇങ്ങനെ പറ്റത്തില്ലല്ലോ അത്രയും. അപ്പൊ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലെ ഒന്നുമില്ല എന്നുള്ള എത്തിയിസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെ? അങ്ങനെയാണോ? കറക്റ്റാണോ? ആയിരിക്കാം. ഗൗരി അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം. എങ്ങനെ ഗൗരി ഇങ്ങനെ അത് അല്ലെ, നമ്മൾ സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒന്നെങ്കിൽ ഗൗരിക്ക് പോസിറ്റീവിലും നെഗറ്റീവിലും വിശ്വാസം ഉണ്ടാവില്ല, ദൈവത്തിലും പിശാചിലും വിശ്വാസം ഉണ്ടാവില്ല.